മലയാളത്തിലെ ആദ്യ 100 കോടി ബോക്സ് ഓഫീസ് ചിത്രം പുലിമുരുകന്റെ തെലുങ്ക് പരിഭാഷയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന വാർത്ത മലയാള ചലച്ചിത്ര വ്യവസായം കൗതുകത്തോടെയാണ് കേട്ടത്. ഇപ്പോഴിതാ മന്യം പുലിയുടെ ആദ്യ ദിന കളക്ഷനെക്കുറിച്ചും റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി. തെലുങ്ക് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ മലയാളം പുലിമുരുകന്റെ ആദ്യ ദിന കളക്ഷൻ മറികടന്നിട്ടുണ്ട് മന്യം പുലി. ഒക്ടോബർ 7-ന് കേരളത്തിനും മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിലുമായി 331 സ്ക്രീനുകളിലാണ് പുലിമുരുകൻ റിലീസായത്. എന്നാൽ ഈ വെള്ളിയാഴ്ച മന്യം പുലി എത്തിയത് 350 സ്ക്രീനുകളിലും. ഒരു മലയാള ചിത്രത്തിന്റെ എക്കാലത്തെയും വലിയ ആദ്യദിന കളക്ഷനായിരുന്നു പുലിമുരുകൻ്റേത്, ഏകദേശം 4.6 കോടി. എന്നാൽ തെലുങ്ക് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിന് മേലെയാണ് മന്യം പുലിയുടെ ആദ്യ ദിന കളക്ഷൻ. 5 കോടിക്ക് മുകളിൽ ചിത്രം വെള്ളിയാഴ്ച തന്നെ പ്രദർശനങ്ങളിൽ നിന്നും മാത്രം നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പുലിമുരുകനെ പോലെ മന്യം പുലിക്കും ആദ്യ ദിനം മികച്ച അഭിപ്രായമാണ് നേടാനായത്. ശനിയാഴ്ച ഹൈദരാബാദിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്ക്രീനുകളിൽ മാത്രം 80 പ്രദർശനങ്ങളുണ്ട് ചിത്രത്തിന്. മൾട്ടിപ്ലക്സുകളും സാധാ സ്ക്രീനുകളും ഉൾപ്പെടെയുള്ളതാണ് ഇത്. പുലിമുരുകനിലെ വില്ലൻ കഥാപാത്രം ഡാഡി ഗിരിജയെ അവതരിപ്പിച്ചത് പ്രമുഖ തെലുങ്ക് നടൻ ജഗപതി ബാബുവാണ്. ജഗപതി ബാബുവിന്റെ സാന്നിധ്യമുണ്ടെങ്കിലും മോഹൻലാലിന്റെ നായകത്വം വിളിച്ചു പറയുന്നത് തന്നെയാണ് പുലിമുരുകന്റെ തെലുങ്ക് പോസ്റ്ററുകൾ.